ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു വിജുവാല 2.0. +2 ഇക്കണോമിക്സിൽ നിങ്ങൾ നിർബന്ധമായും പഠിക്കേണ്ട 8 മാർക്കിന് വരുന്ന ഷുവർ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ഇക്കണോമിക്സ് എക്സാം, ക്രിസ്മസ് ഇക്കണോമിക്സ് എക്സാം വരുന്നത് +2 19-ാം തീയതിയാണ് കേട്ടോ. ലാസ്റ്റ് എക്സാം ആണ് നമുക്ക് ക്രിസ്മസിനെ ഇക്കണോമിക്സ്. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് എക്സാം ആയതുകൊണ്ട് നിങ്ങളെല്ലാവരും പഠിത്തം വളരെ ബാക്കിലായിരിക്കും. ലാസ്റ്റത്തെ എക്സാം എല്ലാ തവണയും എല്ലാവരും ബാക്കിൽക്കാം. കാരണം എന്താ പറയുക, ഫസ്റ്റ് ഉള്ള എക്സാം ഒക്കെ നിങ്ങൾ വേഗം പഠിച്ചു പോകും. ബിസിനസ് സ്റ്റഡീസ്, സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്സ്, അക്കൗണ്ടൻസി ഒക്കെ. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന് നിങ്ങൾക്ക് ഇടയിൽ ലീവ് ഉണ്ട് 14-15. ആ 14-15 കഴിഞ്ഞാൽ നിങ്ങൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും ലാംഗ്വേജസ് ആണ് നോക്കാം. അപ്പൊ എക്കണോമിക്സ് പഠിക്കാനുള്ള ടൈം എന്ന് പറയുന്നത് ഇപ്പോൾ മാത്രമാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ 2-3 വിഷയങ്ങൾ ഡെയിലി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പൊ എക്കണോമിക്സ് നിങ്ങളെ സ്റ്റഡീസിൽ ഈ ദിവസങ്ങളിലെല്ലാം ഉൾപ്പെടുത്തണം. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കുകളും മേജർ പോർഷൻസ് എല്ലാം നമുക്ക് ഈ ക്രിസ്മസ് എക്സാമിനാണ് വരുന്നത്. ഒപ്പം നമ്മുടെ +1 വളരെ ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് ആണ് +2 ഇക്കണോമിക്സ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ മൈക്രോയിലും മാക്രോയിലും 2 സെക്ഷനിലും മൈക്രോയിലും മാക്രോയിലും കൂടി നമുക്ക് എത്രത്തോളം 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് കിടക്കുന്നുണ്ട്. ഒരു 7 ക്വസ്റ്റ്യൻസ് ആണ് മിസ് എടുത്തിരിക്കുന്നത്. 7-8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിരിക്കുന്നത്. ഈ 7 ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ജയിക്കാന്ന് മാത്രമല്ല, നമുക്ക് നല്ല രീതിയിലുള്ളൊരു മാർക്ക് കിട്ടാനായിട്ട് ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. കാരണം നമ്മൾ ഡിസംബർ മുതൽ ജനുവരി ഫെബ്രുവരി ഒക്കെ നന്നായി നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഒപ്പം നമുക്ക് ഇംപ്രൂവ്മെൻറ്റ് +1 ബാച്ചുകളും +2 ക്രാഷ് ബാച്ചുകളും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് 30 ഡേയ്സിൻ്റെ. അത് ഡിസംബർ ലാസ്റ്റോട് കൂടി നമ്മൾ എന്ത് ചെയ്യും, ഡീറ്റെയിൽസ് എല്ലാം നിങ്ങളെ അറിയിക്കും. എന്നിട്ട് ജനുവരിയും ഫെബ്രുവരിയും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾക്ക് ഫൈനൽ എക്സാമിന് വേണ്ട പ്രിപ്പറേഷൻസ് എല്ലാം കൊടുക്കും. കഴിഞ്ഞ 2 വർഷങ്ങളായി നമ്മൾ ഈ ക്രാഷ് ബാച്ചുകൾ തുടങ്ങുമ്പോൾ വളരെയധികം സക്സസ്ഫുൾ ആയിട്ടാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്തിരുന്നത്. സോ ഇത്തവണയും നമ്മളത് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനു മുന്നേ നമ്മുടെ ചാനൽ നിങ്ങളറിയാം, ഡിസംബർ മാസത്തിലുള്ള എല്ലാ ക്രിസ്മസിൻ്റെ വീഡിയോസും നിങ്ങൾ യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ള ഉറപ്പുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം എഴുതിയിരിക്കുന്നത് മാക്രോ ഇക്കണോമിക്സിൽ നിന്നും 5-ാം പാഠത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മാക്രോയിലെ 5th ചാപ്റ്റർ എന്ന് പറയുന്നത് ഗവൺമെന്റ് ഫങ്ഷൻസ് ആൻഡ് സ്കോപ്പ് എന്ന് പറഞ്ഞ പാഠമാണ്. അവിടെ നമ്മൾ ഗവൺമെന്റിന്റെ കാര്യങ്ങളൊക്കെയാണ്, ഗവൺമെന്റ് ബഡ്ജറ്റ്, ഗവൺമെന്റ് സെക്ടറും കൂടി ഇൻക്ലൂഡ് ചെയ്താൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക, പ്രോബ്ലംസ് ഒക്കെയാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ആ പാഠത്തിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കേണ്ട 8 മാർക്കിന് മുന്നേ ചോദിച്ചിട്ടുള്ള ഒരു തിയറി, കംപ്ലീറ്റ് തിയറി ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ഗവൺമെന്റ് ആൻഡ് ഇറ്റ്സ് കമ്പോണൻസ് ഓഫ് ഗവൺമെന്റ് ബഡ്ജറ്റ്. അപ്പോൾ ഇവിടെ ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് 3 ഫങ്ഷൻസ് ആണ് ഗവൺമെന്റിനുള്ളത്. ആ 3 ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ അലോക്കേറ്റീവ് ഫങ്ഷൻസ്, അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ഫങ്ഷൻ, ദെൻ സ്റ്റെബിലൈസേഷൻ ഫങ്ഷൻ. അങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ, അലോക്കേഷൻ ഫംഗ്ഷൻ, ദെൻ സ്റ്റെബിലൈസേഷൻ ഫംഗ്ഷൻ എന്താണ് നിങ്ങളൊന്ന് 2 സെൻറ്റൻസ് ആയിട്ടൊന്ന് എക്സ്പ്ലനേഷൻ കൊടുക്കുക. 2 സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ അലോക്കേറ്റീവ് ഫംഗ്ഷൻസ് എന്ന് പറയുമ്പോൾ പബ്ലിക് ഗുഡ്സുകൾ യൂസ് ചെയ്യുന്നത്, അതായത് റോഡ്, ട്രാൻസ്പോർട്ട് ഒക്കെ. പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ട്രാൻസ്ഫർ പേയ്മെൻറ്റുകൾ ഉണ്ടല്ലോ, പെൻഷൻ കൊടുക്കുന്നതൊക്കെ ഗവൺമെൻറ് അല്ലേ, അതൊക്കെയാണ് പറയേണ്ടത്. സ്റ്റെബിലൈസേഷൻ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇക്കണോമിയിൽ ഫ്ലക്ച്വേഷൻസ് വരുമ്പോൾ അത് ഒരു പ്രശ്നവും ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാൾ നമ്മുടെ ഗവൺമെൻറ് ആണ്. ഈ 3 ഫംഗ്ഷൻസ് എക്സ്പ്ലെയിൻ ചെയ്ത ശേഷം നിങ്ങൾ ഇവിടെ പിന്നീട് പഠിക്കേണ്ട 2ാമത്തെ സെക്ടർ എന്ന് പറയുന്നത് ഫ്ലോ ചാർട്ടാണ്. നമുക്ക് ടെക്സ്റ്റ് ബുക്കിലൊക്കെ കാണാം ഒരു ഫ്ലോ ചാർട്ട്. പാഠം തുടങ്ങിയ തന്നെ 2 പേജ് കഴിഞ്ഞാൽ ഗവൺമെൻറ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഗവൺമെൻറ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷനിൽ റവന്യൂ അക്കൗണ്ടും ദെൻ ക്യാപിറ്റൽ അക്കൗണ്ടെന്നും കാണാം. റവന്യൂവിൽ വരുന്നത് റവന്യൂ റിസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ്സ്, ക്യാപിറ്റലിൽ ക്യാപിറ്റൽ റിസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ്സ്, പിന്നെ റവന്യൂ റിസീപ്റ്റിൽ ടാക്സ് റവന്യൂ, നോൺ ടാക്സ് റവന്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളൊരു ഫ്ലോ ചാർട്ട് കാണാം. ആ ഫ്ലോ ചാർട്ട് വരച്ചു വെക്കണം. എന്നിട്ട് 3ാമതായിട്ട് നിങ്ങൾ ഈ ക്വസ്റ്റ്യനിൽ ചെയ്യേണ്ടത് ഇതിൽ ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കുക. എക്സ്പ്ലെയിൻ എന്ന് പറയുമ്പോൾ റവന്യൂ അക്കൗണ്ട് എന്ന് വെച്ചാൽ എന്താണ്, ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് വെച്ചാൽ എന്താണ്, ഓരോന്നിൻ്റെയും 2-3 സെൻറ്റൻസ് മതി. അത്ര മതി. 2-3 സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നോൺ ടാക്സ് റവന്യൂ, ഫോർ എക്സാമ്പിൾ ടാക്സ് റവന്യൂ എന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സ് ആണ്, ഡയറക്റ്റ് ടാക്സ് ഉണ്ട്, ഇൻഡയറക്റ്റ് ടാക്സ് ഉണ്ട്. നോൺ ടാക്സ് റവന്യൂ എന്ന് പറയുമ്പോൾ ടാക്സ് അല്ലാതെ ഗവൺമെന്റിന് കിട്ടുന്ന റവന്യൂസ് ഏതൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ട് റവന്യൂ റിസീപ്റ്റിൽ തന്നെ നിങ്ങൾക്ക് ടെക്സ്റ്റ് വൈസിൽ തന്നെ നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത് കാണാം. അതായത്
വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഭാഗമാണ് കേട്ടോ അതൊക്കെ. അതിൽ ഈ പാഠത്തിൽ തിയറി പഠിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും ഫസ്റ്റത്തെ ആൻഡ് മെയിൻ ലക്ഷ്യം. കാരണം ഇതെല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ഒരു ചോദ്യം നമുക്ക് കാണാൻ പറ്റും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 8 മാർക്കിൻ്റെ ഈ ഒരു ചോദ്യമെങ്കിലും നിങ്ങൾ 5ാം പാഠത്തിൽ നിന്ന് പഠിക്കാം. ഓക്കെ, പിന്നീട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഫങ്ഷൻസ് ഓഫ് സെൻട്രൽ ബാങ്ക് ആൻഡ് പോളിസി മെഷേഴ്സ് ഓഫ് RBI ഇൻ ഓർഡർ ടു ക്രിയേറ്റ് മണി. ഇത് 8 മാർക്കിൻ്റെ ചോദ്യം തന്നെയാണ്. ഇത് നമുക്ക് മാക്രോയിലെ 3rd ചാപ്റ്റർ ആണ് വരുന്നത്. മാക്രോയിലെ 3rd ചാപ്റ്റർ ആണ്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഫങ്ഷൻസ് ഓഫ് RBI. ഫങ്ഷൻസ് ഓഫ് RBI ആദ്യം നമുക്ക് ഫങ്ഷൻസ് ഓഫ് RBI എഴുതണം. എന്തൊക്കെയാണ്? സപ്ലൈ നോട്ട് അല്ലെ, ഇഷ്യൂയിങ് കറൻസി ഇഷ്യൂ ചെയ്യുന്നു. അതുപോലെ തന്നെ മണി സപ്ലൈ ക്രിയേറ്റ് ചെയ്യുന്നു, അതായത് ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യുന്നു. അതുപോലെ നമുക്ക് സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത് RBI ആണല്ലോ. അതേപോലെ ഗവൺമെൻറ്റിൻ്റെ ബാങ്കാണ്. അതുപോലെ തന്നെ ബാങ്കേഴ്സ് ബാങ്കാണ്, ബാങ്കുകളുടെ എല്ലാം ബാങ്കാണ്. പിന്നെ കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ സൂക്ഷിപ്പുകാരനാണ്. കസ്റ്റോഡിയൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സൂക്ഷിപ്പുകാരൻ. ഫോറിൻ എക്സ്ചേഞ്ചുകളെല്ലാം എടുത്ത് വെക്കുന്നത് ആരാണ്? RBI ആണ്. അതെ, പിന്നീട് നമ്മൾക്ക് വരുന്നത് എന്താ? ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യുന്നു. മണി സപ്ലൈ കൺട്രോൾ ചെയ്യുന്ന മെയിൻ ആളാണ് നമ്മളെ RBI. ഇങ്ങനെ ഇതിൻ്റെ ഒരു 6 എണ്ണമൊക്കെ ഉണ്ടായിരിക്കും. ഒരു 6 എണ്ണം എങ്ങനെ നമുക്ക് ഫങ്ഷൻസ് ചെയ്താൽ. പിന്നീട് ചോദിച്ചിരിക്കുന്നത് മെഷേഴ്സ് ഓഫ് RBI, പോളിസി ഇൻസ്ട്രുമെൻറ്റ്സ് എന്ത് വേണമെങ്കിലും ചോദിക്കാം. അതിൽ നമുക്ക് 2 ടൈപ്പാണ് വരുന്നത്. പോളിസി ഇൻസ്ട്രുമെൻറ്റിലെ ക്വാളിറ്റേറ്റീവും ഉണ്ട്, അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ഇൻസ്ട്രുമെൻറ്റും ഉണ്ട്. ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ് നിങ്ങൾക്ക് 2ആയിട്ട് തിരിച്ചിട്ട് കാണാം. ടെക്സ്റ്റ് ബുക്കിൽ 2ആയിട്ട് തിരിച്ചില്ല എങ്കിലും നിങ്ങൾക്കത് അറിയണം. 2 സെക്ഷൻ ഉണ്ടെന്ന് നമ്മൾ അറിയണം. ദെൻ ക്വാളിറ്റേറ്റീവും ക്വാണ്ടിറ്റേറ്റീവിലൊക്കെ ആയിട്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ള കുറച്ച് മെഷേഴ്സുകൾ നിങ്ങൾ പഠിക്കുക. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, ഇതൊക്കെ ക്വാണ്ടിറ്റേറ്റീവ് ആണ് കേട്ടോ. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, അതുപോലെ വാരിയിങ് റിസർവ് റേഷ്യോസ്, CRRഉം SLRഉം എല്ലാം അതിലറിയണം. CRR SLR ഒക്കെ അതിൽ എഴുതി വയ്ക്കുക. ഒക്കെ ഓരോ ലൈനായാലും മതി, നിങ്ങൾക്ക് മെയിനായിട്ട് ആ പോയിന്റുകൾ അറിയണം. ദെൻ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ കഴിഞ്ഞാൽ CRR ഉണ്ട്, SLR ഉണ്ട്. അതിനുശേഷം നമ്മുടെ ഗവൺമെൻറ്, നമ്മുടെ RBI ചെയ്യുന്ന മണി ഉണ്ടാക്കാനായിട്ട് RBI ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ നമ്മുടെ ഇക്കോണമിയിൽ. അപ്പോൾ ഇക്കോണമിയിൽ മണി ഇങ്ങനെ കൂട്ടണ ആളും കുറയ്ക്കണ ആളും ആരാണ്? RBI ആണ്. പിന്നീടാണ് ബാങ്ക് റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മളെ കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ്, ആ ബാങ്ക് റേറ്റിൽ ചേഞ്ച് വരുത്തുക. ഇതൊങ്ങനെ തുടങ്ങിയ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെഷേഴ്സുകളുണ്ട്. ഗവൺമെൻറ്റിൻ്റെ അല്ല, RBIയുടെ കേട്ടോ. അത് തെറ്റാൻ പാടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും അത് തെറ്റാനായിട്ട് പാടില്ല. ഓക്കെ, നമുക്ക് 8 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാം. റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ ക്വസ്റ്റ്യനിലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഭാഗമാണിത്. മോണിറ്ററിങ് ഇൻസ്ട്രുമെൻ്റ് എന്ന പല ക്വസ്റ്റ്യനാണ് ഇതിന് വരിക. അപ്പോൾ ഏത് ചോദ്യം വന്നാലും നിങ്ങൾക്ക് അറിയണം ഇതാണ് ആൻസർ എന്ന്. അപ്പോൾ അതിന് ഏതൊക്കെ ക്വസ്റ്റ്യനാണ് വരിക? പോളിസി ഇൻസ്ട്രുമെൻ്റ് ചോദിക്കാം. അതല്ല എങ്കിൽ നമ്മളോട് ചോദിക്കാം മോണിറ്ററി ഇൻസ്ട്രുമെൻ്റ് എന്നാണ് ചോദിക്കുക. മോണിറ്ററി ഇൻസ്ട്രുമെൻ്റ് മാത്രം ചോദിക്കാം. മോണിറ്ററി ഇൻസ്ട്രുമെൻ്റ്, അതേപോലെ ഇൻസ്ട്രുമെൻറ്റ് പോളിസീസ് ഓഫ് RBI, അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വാളിറ്റേറ്റീവും ക്വാണ്ടിറ്റേറ്റീവും ആയിട്ട് നിങ്ങൾക്ക് ഒരു 4-5 എണ്ണം അതും ഫങ്ഷൻസും അറിഞ്ഞിരിക്കണം. 8 മാർക്കിൻ്റെ ഷുവർ ക്വസ്റ്റ്യൻ ആണ്, മിസ് ചെയ്യാനായിട്ട് പാടില്ല, പഠിക്കാൻ. ഓക്കെ, നെക്സ്റ്റ് ആണ് മെഷേഴ്സ് ഓഫ് കാൽക്കുലേറ്റിംഗ് നാഷണൽ ഇൻകം, അല്ലെങ്കിൽ മെത്തേഡ്സ് ഓഫ് കാൽക്കുലേറ്റിംഗ് നാഷണൽ ഇൻകം. ഇത് നമുക്ക് മാക്രോയിൽ തന്നെ 2nd ചാപ്റ്റർ ആണ്. അപ്പോൾ മാക്രോയിലത്തെ മാത്രമല്ല, ആദ്യം നിങ്ങൾ മാക്രോയിലുള്ള തിയറി ക്വസ്റ്റ്യൻസ് പഠിക്കാം. മാക്രോയിലെ 2nd ചാപ്റ്ററിൽ നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻ ആണ് വാട്ട് ആർ ദ മെത്തേഡ്സ് ഓഫ് കാൽക്കുലേറ്റിംഗ് നാഷണൽ ഇൻകം. നാഷണൽ ഇൻകം കണ്ടുപിടിക്കാനുള്ള മെത്തേഡുകൾ ഏതൊക്കെയാണ്? 3 മെത്തേഡാണ് നമുക്കുള്ളത്. ഒരു നാഷണൽ ഇൻകം കണ്ടുപിടിക്കാനായിട്ട് നമുക്കുള്ളത് 3 മെത്തേഡ്സ് ആണ്. പ്രോഡക്റ്റ് മെത്തേഡ്, ഇൻകം മെത്തേഡ് ആൻഡ് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. പ്രോഡക്റ്റ് മെത്തേഡ് ഉണ്ട്, ഇൻകം മെത്തേഡ് ഉണ്ട്, ദെൻ എക്സ്പെൻഡിച്ചർ മെത്തേഡ് ഉണ്ട്. ഈ 3 മെത്തേഡുള്ള ഇക്വേഷൻ മാത്രം എഴുതി വെച്ചാൽ പോരാട്ടോ. എന്താണ് പ്രോഡക്റ്റ് മെത്തേഡ്? അതറിയണം. ഓരോ ഫേമിൻ്റെയും ഗ്രോസ് വാല്യൂ ആഡഡുകൾ, അതായത് ഗ്രോസ് വാല്യൂ ആഡഡ് വെച്ചാൽ വാല്യൂ ഓഫ് ഔട്ട്പുട്ട്, അത് I = 1 up to n. ഇതാണ് അതിൻ്റെ ഇക്വേഷൻ.
GVA ഓഫ് ഓൾ യൂണിറ്റ്സ്, എല്ലാ ഫേം യൂണിറ്റുകളുടെയും GVA ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നതിനെയാണ് നമ്മൾ പ്രോഡക്റ്റ് മെത്തേഡ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ അത് മാത്രമല്ല, വാല്യൂ ഓഫ് ഔട്ട്പുട്ട് എന്താണെന്ന് നമ്മളവിടെ ഇക്വേഷൻ എഴുതി വെക്കണം. അതുപോലെ തന്നെ GVA 1, അതുപോലെ ഒന്നാമത്തെ യൂണിറ്റ് GVA 2, അങ്ങനെ GVA എത്രയുണ്ടോ അത്രയും ഫേമുകളുടെ കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് പ്രോഡക്റ്റ് മെത്തേഡ് വഴി നാഷണൽ ഇൻകം കണ്ടുപിടിക്കാം. ഓർ GDP. ഇതിലിപ്പോൾ നാഷണൽ ഇൻകം കാൽക്കുലേഷന് പകരം നമുക്ക് GDP എന്ന് തന്നാലും ഇത് തന്നെയാണ്. മെത്തേഡ്സ് ഓഫ് കാൽക്കുലേറ്റിംഗ് GDP എന്ന് പറഞ്ഞാലും ഇത് തന്നെയാണ് ആൻസർ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, അയ്യോ ഞാൻ നാഷണൽ ഇൻകം ആണല്ലോ പഠിച്ചിരിക്കുന്നത്, എന്താ GDP എന്ന്. GDP എന്ന് വെച്ചാലും നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്. ഇനി നമ്മൾ ഇൻകം മെത്തേഡിലേക്ക് വരുമ്പോൾ ഇൻകം സൈഡാണ്. ഇൻകം സൈഡ് ഓഫ് ഇക്കോണമി എന്ന് പറയുമ്പോൾ നമ്മുടെ ഇക്കോണമിയിൽ വരുന്ന വരുമാനങ്ങൾ ഏതൊക്കെയാണ്? വേജസ്, ഇൻട്രസ്റ്റ്, റെന്റ് ആൻഡ് പ്രോഫിറ്റ്. ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ GDP കിട്ടും. അപ്പോൾ വേജസ്, W എന്താണ്? വേജസ് ആണ്. I എന്താണ്? ഇൻട്രസ്റ്റ് ആണ്. R എന്താണ്? റെന്റ് ആണ്. P എന്താണ്? പ്രോഫിറ്റ് ആണ്. ഇതൊക്കെ ആർക്കാണ് കിട്ടുന്നത്? ഇത് ഫാക്ടർ പേയ്മെൻറ്റുകളായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ്. ഫാക്ടർ സർവീസസ്, ലാൻഡ്, ലേബർ ഓർഗനൈസേഷൻ, ക്യാപിറ്റൽ, അല്ലെ, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ഓർഗനൈസേഷൻ തുടങ്ങിയവർക്ക് നമ്മൾ കൊടുക്കുന്ന റിവാർഡുകൾ എന്ന് വേണമെങ്കിൽ പറയാം. ഈ റിവാർഡുകൾ കൂട്ടിക്കഴിഞ്ഞാൽ ഇൻകം കിട്ടും. ഇങ്ങനെയൊക്കെ എഴുതണം. അപ്പോഴാണ് 8 മാർക്ക്. വെറുതെ ഇക്വേഷൻ എഴുതി വെച്ചാൽ 3 or 2 മാർക്കോ കിട്ടുള്ളൂ 8 മാർക്കിന്. അപ്പോൾ ഇക്വേഷൻ അറിയാം, എക്സ്പ്ലനേഷൻ അറിയില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. ഇനി എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറയുമ്പോൾ എക്സ്പെൻസ് സൈഡ് ഓഫ് എൻ ഇക്കോണമിയാണ്. നമുക്ക് വരുന്ന ചിലവുകൾ, നമുക്ക് എന്തൊക്കെ ചിലവ് വരാം, അവിടെ 4 സെക്ടേഴ്സ് ഓഫ് എക്കോണമിനെയാണ് നമ്മൾ എഴുതേണ്ടത്. 4 സെക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഫേം, ഹൗസ് ഹോൾഡ്, ഗവൺമെന്റ്, എക്സ്റ്റേണൽ സെക്ടർ. ഫേമിന് വരുന്ന ചിലവ് എന്താണ്? നമുക്കൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ആണ് അല്ലെ. ഒരു ഫേമിന്, നമുക്കൊരു കമ്പനിക്ക് വരുന്നത് ചിലവ് ഇൻവെസ്റ്റ്മെന്റ്. വീട്ടുകാർക്ക് വരുന്ന ചിലവിനെ നമ്മൾ കൺസംഷൻ എന്ന് വിളിക്കുന്നു. ഗവൺമെന്റിനെ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ എന്ന് നമ്മൾ വിളിക്കുന്നു. എക്സ്റ്റേണൽ സെക്ടർക്ക് എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട്. ഇതൊക്കെ കൂടി ആഡ് ചെയ്യുക. എന്തെന്ന്? കൺസംഷൻ, ഇൻവെസ്റ്റ്മെന്റ്, ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ പ്ലസ് എക്സ് മൈനസ് എം, എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട്. ഇങ്ങനെ ആ ഇക്വേഷൻ എഴുതി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ 4 സെക്ടർ ഉണ്ടെന്നും അവർക്ക് ചിലവുകൾ ഉണ്ടെന്നും അങ്ങനെ എഴുതിയിട്ട് ഈ 3 എണ്ണത്തിന്റെ ഇക്വേഷൻസ് ഒരു ബോക്സിലൊക്കെ ആക്കി ഇട്ട് കൊടുത്താൽ 8 മാർക്ക് നിങ്ങൾക്ക് കിട്ടി. ഓക്കെ, വെറുതെ കളയണ്ട, നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് കഴിഞ്ഞാൽ നമ്മൾ മൈക്രോ സെക്ഷനിലേക്ക് വരികയാണ്. മൈക്രോ സെക്ഷനിൽ ഇപ്പോൾ അവിടെയുള്ള ഇമ്പോർട്ടൻ്റ് ആയത് മാത്രം എടുത്തിട്ടുള്ളൂ കേട്ടോ. മൈക്രോ സെക്ഷനിൽ ഇമ്പോർട്ടൻ്റ് ആയുള്ള മാത്രം ക്വസ്റ്റ്യൻസ് നമ്മൾ എടുത്തിട്ടുള്ളൂ. ഇനി മൈക്രോയിലേക്ക് വരുമ്പോൾ ചാപ്റ്റർ 5 എന്ന് പറയുന്നത് നമുക്ക് മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. മൈക്രോയിലെ 5th ചാപ്റ്റർ ആണ് മാർക്കറ്റ് ഇക്വിലിബ്രിയം. അവിടെ നമുക്ക് 8 മാർക്കിന് മുൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിരുന്നത് പ്രൈസ് ഫ്ലോർ ആൻഡ് പ്രൈസ് സീലിംഗ് എന്താണെന്നാണ്. അതായത് മാർക്കറ്റിൻ്റെ വില കൂടുമ്പോൾ ഗവൺമെൻറ് വന്നത് കുറയ്ക്കുന്നു, മാർക്കറ്റിൻ്റെ വില കുറയുമ്പോൾ ഗവൺമെൻറ് വന്നത് കൂട്ടുന്നു. ഇത്രയേ ഉള്ളൂ. പക്ഷേ അത് ആരെ സപ്പോർട്ട് ചെയ്യാനാണെന്നും ആ കർവുകളും 2 എണ്ണം വരച്ച് വെച്ചാലാണ് 8 മാർക്ക് കിട്ടുക. അപ്പോൾ പ്രൈസ് ഫ്ലോറും അതുപോലെ തന്നെ പ്രൈസ് സീലിങ്ങും പേര് തെറ്റാനും പാടില്ല. നിങ്ങൾ ചിലപ്പോൾ പ്രൈസ് ഫ്ലോർ പഠിക്കും, എന്നിട്ട് അതിൻ്റെ ഹെഡിങ് പ്രൈസ് സീലിംഗ് എഴുതിക്കും. ചിലപ്പോൾ പ്രൈസ് സീലിംഗ് പഠിക്കും, എന്നിട്ട് അതിൻ്റെ ഹെഡിങ് പ്രൈസ് ഫ്ലോർ ആയിട്ട് എഴുതി വയ്ക്കും. അങ്ങനെ വരാനായിട്ട് ഒരിക്കലും പാടില്ല. പ്രൈസ് ഫ്ലോർ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ആ ഒരു പിക്ചർ, രണ്ടിൻ്റെയും പിക്ചർ ഏകദേശം സെയിം തന്നെയാണ് കേട്ടോ, തെറ്റാനായിട്ട് പാടില്ല. പ്രൈസ് ഫ്ലോർ എന്ന് പറയുമ്പോൾ നമ്മളൊരു ഗവൺമെൻറ് ഒരു ഫിക്സ് ചെയ്യാണ്. എന്ത് പ്രൈസാണെന്നറിയോ? ഇതാണ് ഡിമാൻഡും സപ്ലൈ കർവും. ഇതായിരുന്നു നമ്മുടെ പ്രൈസ്. ഇവിടെ ക്വാണ്ടിറ്റി, ഇവിടെ പ്രൈസ്. അപ്പോൾ ഇത് നമ്മുടെ സപ്ലൈ കർവ്, ഇത് നമ്മുടെ ഡിമാൻഡ് കർവ്. ഓക്കെ, ഈ ഒരു ടൈമിൽ ഈ പ്രൈസിൽ സാധനങ്ങൾ വാങ്ങുന്നത് ഇതൊരു വില കുറഞ്ഞ ടൈമാണ്. അത് വില കുറഞ്ഞ ടൈം എന്ന് പറയുമ്പോൾ ഇങ്ങനെ വാങ്ങുമ്പോൾ നമ്മുടെ പ്രൊഡ്യൂസേഴ്സിന് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. കാരണം അവർ പറയാണ് ഇത് വളരെ കുറഞ്ഞ പ്രൈസാണ്, അപ്പോൾ നമുക്ക് ലാഭമൊന്നുമില്ല. അപ്പോൾ പ്രൊഡ്യൂസേഴ്സ് പോയിട്ട് ഗവൺമെൻറ്റിൻ്റെ അടുത്ത് കംപ്ലയിൻറ്റ് കൊടുക്കുക. അപ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്യും? മാർക്കറ്റിലേക്ക് വന്നിട്ട് പ്രൈസ് കൂട്ടും. അത് ആർക്ക് നഷ്ടമാണ്? പ്രൊഡ്യൂസേഴ്സിന് നഷ്ടമാവുന്ന കാരണമാണ് ഇത്ര വരെ പ്രൈസ് കൂട്ടും. അപ്പോൾ അവർക്ക് സപ്ലൈ കൂടി. കണ്ടോ, പ്രൈസ് കൂട്ടി കഴിഞ്ഞപ്പോൾ ഇവിടെയായി സപ്ലൈ. അപ്പോൾ ഈ ഒരു സെക്ഷനോളം പ്രൈസ് ഫ്ലോർ ആയിട്ട് വരും. പ്രൈസ് ഫ്ലോർ എന്ന് പറയുമ്പോൾ ആരെ ഹെൽപ്പ് ചെയ്യണത്? ഗവൺമെൻറ് ഇവിടെ പ്രൊഡ്യൂസേഴ്സിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. പ്രൈസ് സീലിംഗ് എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ്. അതായത് മാർക്കറ്റിലത്തെ പ്രൈസ് സാധാരണക്കാർക്ക് വാങ്ങാൻ വളരെ ബുദ്ധിമുട്ടായി. ഇതാണ് നമ്മുടെ പ്രൈസ്.
ഇതിൽ മാറ്റമൊന്നുമില്ല കേട്ടോ. നമ്മൾ ഫസ്റ്റ് വരയ്ക്കുന്ന ആ ഒരു പിക്ചറിൽ ഒരു മാറ്റമില്ല. ഈ ഒരു പ്രൈസിൽ സാധാരണക്കാർക്ക് കോമൺ മാൻ വിറ്റ് ഡിഫിക്കൽട്ട് ടു പർച്ചേസ് ദ നെസസറി ഐറ്റംസ് ലൈക്ക് റൈസ്, വീറ്റ് അല്ലേ, സാധാരണ ഗുഡ്സുകളായ റൈസ്, ഷുഗർ, വീറ്റൊക്കെ വാങ്ങാൻ വളരെ ബുദ്ധിമുട്ടായി. മാർക്കറ്റിലെ വില വളരെ കൂടുതലാണ്. അപ്പോൾ ഗവൺമെൻറ് ഇടപെട്ടിട്ട് വില കുറയ്ക്കുന്നു ഇവിടേക്ക് എത്തി. അപ്പോൾ ഇവിടെ കുറച്ചപ്പോൾ നമുക്ക് എന്ത് സംഭവിച്ചു? ഡിമാൻഡ് കൂടി. അപ്പോൾ ഇതിവിടെ ഗവൺമെൻറ് ഹെൽപ്പ് ചെയ്യുന്നത് ആരെയാണ്? കൺസ്യൂമേഴ്സിനെ. ഇവിടെ ഇൻ ഓർഡർ ടു പ്രൊട്ടക്ട് കൺസ്യൂമേഴ്സ്, ഇവിടെ ഇൻ ഓർഡർ ടു പ്രൊട്ടക്ട് പ്രൊഡ്യൂസേഴ്സ്. ഈ രണ്ട് സ്ഥലത്തും ആരാ വരുന്നത്? ഗവൺമെൻറ് ആണ് വരുന്നത്. ഇവിടെ ഗവൺമെൻറ് വന്നിട്ട് പ്രൈസ് എന്ത് ചെയ്യുന്നു? കുറയ്ക്കുന്നു. ഇവിടെ ഗവൺമെൻറ് വന്നിട്ട് പ്രൈസ് കൂട്ടുന്നു. ഇവിടെ നെസസറി ഐറ്റംസ് ആയ റൈസ്, വീറ്റ് അങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെയാണ് ഗവൺമെൻറ് ഇങ്ങനെ ചെയ്യുക. ഇവിടെ നമുക്ക് അഗ്രികൾച്ചർ പ്രൊഡക്റ്റിനൊക്കെയാണ് ഗവൺമെൻറ് ഇതുപോലെ പ്രൊഡ്യൂസേഴ്സിനെ ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് 2 പിക്ചർ വരച്ചേക്കണം. 2 പിക്ചറും ഹെഡിങ്, ഇത് പ്രൈസ് ഫ്ലോർ ആണ്, ഇത് പ്രൈസ് സീലിംഗ് ആണ്. എന്താണ് സംഭവം എന്ന് എഴുതി വെച്ചാലാണ് നമുക്ക് ആ 8 മാർക്ക് കിട്ടുള്ളൂ കേട്ടോ. കളയരുത്, നല്ല എളുപ്പമാണ്. അടുത്തത് 4ാമത്തെ ചാപ്റ്ററാണ് മൈക്രോയിലെ 4th ചാപ്റ്റർ, തിയറി ഓഫ് അണ്ടർ ദി ഫോം പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഇവിടെ നമുക്ക് മെയിനായിട്ട് വരിക ഫീച്ചേഴ്സ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണ്. ഫീച്ചേഴ്സ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഫീച്ചേഴ്സ് നമ്മളിപ്പോൾ വീഡിയോയിൽ ചെയ്തതിലൊക്കെ നമ്മൾ കൂടുതലും പറഞ്ഞിട്ടുള്ളതാണ്. എന്താണ്? ഫ്രീഡം ഓഫ് എൻട്രി ആൻഡ് എക്സിറ്റ് ഉണ്ട്, അതുപോലെ തന്നെ പെർഫെക്റ്റ് നോളജ് അബൌട്ട് ദി മാർക്കറ്റ് ആണ്, പെർഫെക്റ്റ് ഫ്രീഡം ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഹോമോജീനിയസ് പ്രോഡക്റ്റ് ആണ്, ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ആണ്, പ്രൈസ് ടേക്കർ ആണ്. അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു 6ഓ 7ഓ ഫീച്ചേഴ്സ് പഠിക്കുക. പിന്നെ പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കണ്ടീഷൻസ്. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ 3 കണ്ടീഷൻസ് ആണ് അവിടെ ഉള്ളത്. P=MC. ഇത് ഞാൻ പിന്നെയും പറയുന്നില്ല, കാണാത്തവർ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് കേട്ടോ. P=MC. രണ്ടാമത്തത് SMC ഷുഡ് ഇൻക്രീസിങ്, കൂടിക്കൊണ്ടിരിക്കണം. മൂന്നാമത്തത് നമ്മുടെ പ്രൈസ് ലൈൻ എന്ന് പറയുന്നത് മിനിമം ഓർ ഗ്രേറ്റർ ദാൻ മിനിമം പോയിന്റ് ഓഫ് AVC-നേക്കാൾ വില കൂടുതലായിരിക്കണം. അതിൻ്റെ ഒരു കർവ് വരയ്ക്കണം. അതിൻ്റെ ഒരു കർവ് എന്ന് പറഞ്ഞതാ ചെറുതാക്കിയിട്ട് ഇവിടെ വരച്ച് കാണിച്ചു തരാം. നമ്മളിതൊക്കെ സെപ്പറേറ്റ് നിങ്ങൾ പഠിക്കേണ്ട കർവുകളും പ്രോബ്ലംസും ഒക്കെ നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിലൊന്നും കൂടി നല്ല, ഇതിപ്പോൾ 8 മാർക്കിന് നിങ്ങൾ പഠിക്കേണ്ട രീതിയാണ് പറയുന്നത്. നമ്മൾ പ്രൈസ് ലൈൻ വരയ്ക്കുക, ഒരു SMC കർവ് വരയ്ക്കുക, ഒരു AVC വരയ്ക്കുക, ഒരു SAC വരയ്ക്കുക. ഇത് P=MC, ഇത് SMC, ഇത് AVC, ഇത് SAC. എന്നിട്ട് ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് താഴത്തോട്ട് വരച്ച് നമ്മൾ SACയുടെ അവിടെ നിന്ന് ഇങ്ങനെ ഇത്രയും പോർഷനാണ് പ്രോഫിറ്റ് ഏരിയ. നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞ വീഡിയോസൊക്കെ ഉണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ കാണാം. ഓക്കെ, ഡിസ്ക്രിപ്ഷൻസിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ. പിന്നീടാണ് ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ചോദിക്കാറുണ്ട്. 3ാമത്തെ ചാപ്റ്റർ ആണ്, 3rd ചാപ്റ്റർ ആണ് കേട്ടോ. 3rd ചാപ്റ്റർ ഇതിൽ പ്രോബ്ലംസും മിസ് ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം നമ്മൾ പ്രോബ്ലംസ് മാത്രമായിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. അതിൽ SFCയുടെയും 8 മാർക്കിൻ്റെ ഒക്കെ പറയാം. ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷനും ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനും ഒന്നാണ്. അപ്പോൾ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഉണ്ട്. ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ പേരാണ് റിട്ടേൺ ടു സ്കെയില്. ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ പേരാണ് നമ്മൾ ലോ ഓഫ് വാരിയബിൾ. ലോ ഓഫ് വാരിയബിളിൻ്റെ പിക്ചർ വരയ്ക്കുക. അതിന് 3 സ്റ്റേജ് ഉണ്ട്. ഇതാണ് നമ്മുടെ TP, ഇതാണ് നമ്മുടെ MP, ഇതാണ് നമ്മുടെ AP. ദെൻ ഇത് കൂട്ടിമുട്ടുന്നത് ഫസ്റ്റ് സ്റ്റേജ്, ഇവിടെ കൂട്ടിമുട്ടുന്നത് സെക്കൻഡ് സ്റ്റേജ്, ദെൻ ദിസ് 3rd സ്റ്റേജ്. ഇത് നമ്മുടെ TP ആണ്, ഇത് AP ആണ്, ഇത് MP ആണ്. ഇത് വരയ്ക്കണം. ലോങ് റണ്ണിലുള്ള പിക്ചർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ലോങ് റണ്ണിലുള്ളത് ഇവിടെയും ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, 3rd സ്റ്റേജ്, 3 സ്റ്റേജുകൾ. എന്താണ് ലോ ഓഫ് വാരിയബിൾ എന്ന് പറഞ്ഞാൽ, മാർക്കറ്റ് നമ്മൾ ലോ ഓഫ് വാരിയബിൾ കൂട്ടും തോറും വാരിയബിൾ പ്രൊഡക്ഷൻ, അതായത് വാരിയബിൾ ഇൻപുട്ട് കൂട്ടും തോറും MP എന്ന് പറയുന്നത് ഒരു ലെവൽ വരെ പൊന്തുന്നുള്ളൂ അല്ലേ, പിന്നീട് അത് ഡിക്ലൈൻ ചെയ്യുന്നു. ഈ ഒരു നയമാണ് ലോ ഓഫ് വാരിയബിൾ. അതേപോലെ തന്നെ ലോങ് റണ്ണിലുണ്ട്. ലോങ് റണ്ണിൽ ആദ്യം ഒന്ന് കൂടുന്നു, പിന്നെ കോൺസ്റ്റൻ്റ് ആവുന്നു, പിന്നെ ഡിക്ലൈൻഡ് ആവുന്നു. 3 സ്റ്റേജസും വിത്ത് അതിലുള്ള ഫീച്ചേഴ്സും എഴുതണം. ഇവിടെ എല്ലാം കൂടുന്നു ഫസ്റ്റ് സ്റ്റേജിൽ, പിന്നെ എല്ലാം കുറയുന്നു, പിന്നെ നെഗറ്റീവ് ആകുന്നു. 3 സ്റ്റേജുകൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക, വരച്ച് വെച്ച് കൊടുക്കുക, എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. എന്താണ് ആ ലോ എന്ന് എഴുതി വെച്ച് കൊടുക്കുക. ലോ ഓഫ് വാരിയബിൾ എന്താണ് ആ ലോ എഴുതാം. 3 സ്റ്റേജ് ഉണ്ട്, പിക്ചർ വരയ്ക്കുക, 3 സ്റ്റേജിലുള്ളത് എഴുതാം. ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്താണ് അത് എഴുതുക, പിക്ചർ വരയ്ക്കുക, 3 സ്റ്റേജ് ഉണ്ട്, ആ സ്റ്റേജിനെ കുറിച്ചിട്ട് എഴുതി കൊടുക്കുക. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 8 മാർക്കിന് നിങ്ങൾ പഠിക്കേണ്ട മെയിനായിട്ടുള്ള പോർഷനാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾ പഠിക്കുക. ഇതിൽ 3ാം പാഠം ലാസ്റ്റ് ചെയ്താനുള്ള റീസൺ നമുക്ക് ചില കുട്ടികൾക്ക് ഓണപരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നു എന്നുകൊണ്ട് മാത്രമാണ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയ പാഠമാണ്. മൈക്രോലത്തെ 3ഉം 4ഉം, മാക്രോലത്തെ 3ഉം 4ഉം 5ഉം.
ഓക്കെ, അപ്പോൾ ഇത്രയും പോർഷൻസ് നിങ്ങൾ 8 മാർക്കിന് വേണ്ടിയിട്ട് മെയിനായിട്ട് പഠിക്കുക. പഠിച്ചു തുടങ്ങാത്തവർ ഇനിയും ഉണ്ടെങ്കിൽ ഇപ്പോഴെങ്കിലും പഠിച്ചു തുടങ്ങാം. കാരണം നിങ്ങൾ ഡിസംബർ എക്സാമിൻ്റെ മാർക്ക് മാത്രം പ്രതീക്ഷിച്ചിട്ടാവരുത് പഠിക്കേണ്ടത്. നിങ്ങളുടെ ഫൈനൽ എക്സാം അടുത്തു, അതുകൊണ്ടും കൂടി വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ കൺക്ലൂഡ് ചെയ്യാം. നിങ്ങൾക്ക് വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയി എങ്കിൽ ഷുവറായിട്ട് നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ ഡിയർ സ്റ്റുഡൻറ്റ്, താങ്ക് യു സോ മച്ച്.